TSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാങ്കിങ്ങിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഡസ് നോട്ട് പെർട്ടൈൻ ടു നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഡാഷ് ഡസ് നോട്ട് പെർട്ടൈൻ ടു നോൺ പെർഫോമിംഗ് അസറ്റ്സ്. നോൺ പെർഫോമിംഗ് അസറ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം സ്റ്റാൻഡേർഡ് അസറ്റ്. നമുക്കറിയാം ബാങ്കുകളുടെ അസറ്റ് രണ്ടായിട്ട് തരംതിരിക്കാം, പെർഫോമിംഗ് അസറ്റ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്. പെർഫോമിംഗ് അസറ്റാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. നോൺ പെർഫോമിംഗ് അസറ്റിൽ വരുന്നതാണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്സ്. ഇനി ബാങ്കുകളുടെ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എത്ര തരത്തിലുണ്ട് എന്നാണ് ചോദ്യമെങ്കിൽ 4 ഉത്തരം. സ്റ്റാൻഡേർഡ് അസറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്, ലോസ് അസറ്റ്സ്. എന്നാൽ NBA ക്ലാസിഫിക്കേഷൻ 3 തരത്തിലാണ്: സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്, ലോസ് അസറ്റ്സ്. Assets which have remained NBA for a period of less than or equal to 12 months are called assets which have remained NBA for a period of less than or equal to 12 months are called ഉത്തരം സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്. NBA നോൺ പെർഫോമിംഗ് അസറ്റാണ്. NBA ക്ലാസിഫിക്കേഷനിൽ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ് ഇങ്ങനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. NBA എന്ന് പറയുന്നത് ലോൺ പ്രിൻസിപ്പാൾ ആൻഡ് ഇൻട്രസ്റ്റ് എമൗണ്ട് 90 ദിവസം വരെ ഡ്യൂ ആണെങ്കിൽ 90 ദിവസത്തിന് ശേഷം NBA ആവും. അത് 90 ദിവസം മുതൽ 1 വർഷം വരെ, അതായത് 12 മാസം വരെ അത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അസറ്റ് വിച്ച് ഹാവ് റിമൈൻഡ് NBA ഫോർ എ പീരീഡ് ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 മന്ത്സ് ആർ കോൾഡ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്. ഒരു അസറ്റ് NBA ആയിക്കഴിഞ്ഞ് 12 മാസം വരെ അത് സബ്സ്റ്റാൻഡേർഡ് അസറ്റാണ്. 12 മാസം കഴിഞ്ഞാൽ അത് ഡൗട്ട്ഫുൾ അസറ്റായിട്ട് മാറും. ഈ ഡൗട്ട്ഫുൾ അസറ്റ് 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്: ഡൗട്ട്ഫുൾ 1, ഡൗട്ട്ഫുൾ 2 ആൻഡ് ഡൗട്ട്ഫുൾ 3. അതായത് 12 മാസത്തിന് ശേഷം 1 വർഷം വരെയാണെങ്കിൽ ഡൗട്ട്ഫുൾ 1, 1 വർഷം മുതൽ 3 വർഷം വരെയാണെങ്കിൽ ഡൗട്ട്ഫുൾ 2 അസറ്റ്സ് ആണ്. 3 വർഷത്തിന് ശേഷം അത് ഡൗട്ട്ഫുൾ 3 അസറ്റാണ്. ലോസ് അസറ്റ് എന്ന് പറയുന്നത് ബാങ്കിന് റിക്കവറി ചെയ്യാൻ കഴിയാത്ത ലോണുകളാണ്. ഒരു ലോൺ എപ്പോഴാണോ റിക്കവറി ചെയ്യാൻ കഴിയില്ല എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ സമയം മുതൽ ആ അസറ്റ് അല്ലെങ്കിൽ ആ ലോണ് ലോസ് അസറ്റ്സായി മാറും. അപ്പോൾ ബാങ്കുകളുടെ അസറ്റ് 4ആയിട്ട് തരംതിരിക്കാം: സ്റ്റാൻഡേർഡ് അസറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്. NBA ക്ലാസിഫിക്കേഷനാണ് ചോദിക്കുന്നതെങ്കിൽ 3 തരത്തിലാണ്: സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്. Under SARFAESI Act, what is the minimum amount of dues that must be outstanding for a secured creditor to initiate action under the Act? Under SARFAESI Act, what is the minimum amount of dues that must be outstanding for a secured creditor to initiate action under the Act? ഉത്തരം ₹1 lakh. SARFAESI Act applicable ആവണമെങ്കിൽ ഡ്യൂ എമൗണ്ട് മിനിമം 1 ലക്ഷം രൂപ ഉണ്ടായിരിക്കണം. SARFAESI Act എന്ന് വെച്ചാൽ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് 2002 വന്ന ഒരു നിയമമാണ്. ഇതിൻ്റെ പൂർണ്ണരൂപം ഇമ്പോർട്ടൻ്റ് ആണ്: സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. NBA റിക്കവറിക്കുള്ള ഒരു എഫക്റ്റീവ് ടൂളാണ് ഈ നിയമം. ഈ ആക്ട് നിലവിൽ വന്നത് 2002 ജൂൺ 21 കോടതി നടപടിയില്ലാതെ ബാങ്കുകൾക്ക് NBA തിരിച്ചു പിടിക്കാനുള്ള അനുവാദം കൊടുക്കുന്ന നിയമമാണ് SARFAESI ആക്ട്. SARFAESI ആക്ട് ആപ്ലിക്കബിൾ ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് NBA അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് മുകളിൽ ഉണ്ടായിരിക്കണം. അതായത് ലോൺ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് കൂട്ടുമ്പോൾ മിനിമം 1 ലക്ഷം ഉണ്ടായിരിക്കണം. 1 ലക്ഷമോ 1 ലക്ഷത്തിന് മുകളിലോ ആയിരിക്കണം. അല്ലെങ്കിൽ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് ലോൺ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റിൻ്റെ 20% മുകളിലായിരിക്കണം. സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ള
ലാൻഡ് അഗ്രികൾച്ചറൽ ലാൻഡ് ആവരുത്, കൃഷിഭൂമി ആവരുത്. പിന്നെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി സെർസായിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്. സർഫസി ആക്ട് എന്ന് പറയുന്നത് NBA റിക്കവറിക്കുള്ള ഒരു എഫക്റ്റീവ് ടൂളാണ്. 2002 ജൂൺ 21 ഈ ഒരു നിയമം വന്നത്. സർഫസി ആക്ടിൻ്റെ പൂർണ്ണരൂപം സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. സർഫസി ആക്ട് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റിയാണ് ഉത്തരം. നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ കൂടാതെ അന്ത്യാരുചിന കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനും കൂടി ഈ ഒരു ആക്ടിന് വരുന്നുണ്ട്. ദ ഏജ് ഓഫ് ദ സബ്സ്ക്രൈബർ അണ്ടർ ദ അടൽ പെൻഷൻ യോജന ഷുഡ് ബി ബിറ്റ്വീൻ ഡാഷ് ഇയേഴ്സ്. ദ ഏജ് ഓഫ് ദ സബ്സ്ക്രൈബർ അണ്ടർ ദ അടൽ പെൻഷൻ യോജന ഷുഡ് ബി ബിറ്റ്വീൻ ഡാഷ് ഇയേഴ്സ്. അടൽ പെൻഷൻ യോജന അല്ലെങ്കിൽ APY ഈ ഒരു സ്കീം എടുക്കുന്നതിന് സബ്സ്ക്രൈബറുടെ പ്രായപരിധിയാണ് ചോദിക്കുന്നത്. ഉത്തരം 18 to 40. അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള പെൻഷൻ പദ്ധതിയാണ്. 2015 മെയ് 9 നരേന്ദ്രമോദി ഈ ഒരു സ്കീം ഉദ്ഘാടനം ചെയ്തത്. അടൽ പെൻഷൻ യോജനയിൽ എൻ്റർ ചെയ്യുന്നതിന് ഒരു സബ്സ്ക്രൈബറുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ഇയേഴ്സാണ്. 20 വർഷം കഴിഞ്ഞ്, അതായത് 60 വയസ്സ് മുതലാണ് പെൻഷൻ കിട്ടുന്നത്. PFRDA അഥവാ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അടൽ പെൻഷൻ യോജന മുമ്പ് സ്വാവലംബൻ യോജന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടൽ പെൻഷൻ യോജന ഏജ് ലിമിറ്റ് വരുന്നത് 18 to 40. The annual premium for the Pradhan Mantri Jeevan Jyoti Bima Yojana is the annual premium for the Pradhan Mantri Jeevan Jyoti Bima Yojana is ഉത്തരം ₹436. 436 രൂപയാണ് ഒരു വർഷം. 436 രൂപയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിലേക്കുള്ള ആനുവൽ പ്രീമിയം. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ്. 2015 മെയ് 9 തന്നെയാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തത്. ഈ ഒരു സ്കീമിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 50 ആണ്. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു സ്കീമിൽ അംഗമാവാൻ കഴിയുക. 2 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് കവറേജ് ഈ ഒരു പദ്ധതിയിൽ നിന്ന് കിട്ടുന്നത്. The annual premium of the Pradhan Mantri Suraksha Bima Yojana is the annual premium of the Pradhan Mantri Suraksha Bima Yojana is ഉത്തരം ₹20. പ്രധാൻ മന്ത്രി സുരക്ഷ ബീമ യോജന എന്നത് ഒരു ആക്സിഡൻ്റൽ ഇൻഷുറൻസ് സ്കീമാണ്. 2015 മെയ് 9 തന്നെയാണ് ഈ ഒരു സ്കീമും നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തത്. ഇതിലേക്കുള്ള ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് ₹20 ആണ്. 20 രൂപയാണ്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു സ്കീമിൽ അംഗമാവാം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 70 ആണ്. എ ലോൺ ഓഫ് അപ് ടു ₹dash ക്യാൻ ബി സാങ്ഷൻഡ് അണ്ടർ ദ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം. എ ലോൺ ഓഫ് അപ് ടു ₹dash ക്യാൻ ബി സാങ്ഷൻഡ് അണ്ടർ ദ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിൽ അനുവദിക്കുന്ന മാക്സിമം ലോൺ എമൗണ്ട് എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം 5 lakhs ആണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം വന്നത് 1998 ഓഗസ്റ്റിലാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാർഡാണ്. ഈ ഒരു സ്കീമിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് RV ഗുപ്ത കമ്മിറ്റി. 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഈ ഒരു സ്കീമിൽ നിന്ന് ലോണായിട്ട് കൊടുക്കുന്നുണ്ട്. 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ളവർക്കാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത്. ഈ ഒരു സ്കീമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഫാമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക, അതായത് അഗ്രികൾച്ചറൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അനുവദിക്കുക എന്നുള്ളതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്ത വർഷം 1998 ആണ്. ലോഞ്ച് ചെയ്തത് നബാർഡാണ്. 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു സ്കീമിൽ നിന്ന് ലോണായിട്ട് കൊടുക്കുന്നത്.
Pradhan Mantri Jan Dhan Yojana PMJDY scheme was launched in Pradhan Mantri Jan Dhan Yojana PMJDY scheme was launched in ഉത്തരം 2014. 2014 പ്രധാനമന്ത്രി ജൻധൻ യോജന സ്കീം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഈ ഒരു സ്കീമിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് 10,000 രൂപയാണ്. മാക്സിമം ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ക്യാൻ ബി അവൈൽഡ് ബൈ ദ അക്കൗണ്ട് ഹോൾഡേഴ്സ് അണ്ടർ പ്രധാനമന്ത്രി ജൻധൻ യോജന സ്കീം ഈസ് ₹10,000. ഇൻഷുറൻസ് കവറേജ് 2 ലക്ഷം രൂപ വരെ കിട്ടുന്നുണ്ട്. PMJDY മീൻസ് പ്രധാനമന്ത്രി ജൻധൻ യോജന. 2014 ഈ ഒരു സ്കീം വന്നത്. ലോഞ്ച് ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. ഹൗ മെനി മിനിമം ഫ്രീ ATM വിത്ഡ്രോവൽസ് ആർ പെർമിറ്റഡ് ഇൻ എ BSBDA? ഹൗ മെനി മിനിമം ഫ്രീ ATM വിത്ഡ്രോവൽസ് ആർ പെർമിറ്റഡ് ഇൻ എ BSBDA? ഉത്തരം 4. BSBDA അക്കൗണ്ടിൽ നിന്ന് ഒരു മാസം ഫ്രീ ആയിട്ട് എത്ര ATM വിത്ഡ്രോവൽസ് നടത്താം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 4. BSBDA മീൻസ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇതൊരു സേവിങ്സ് അക്കൗണ്ടാണ്. ഇതിന് മിനിമം ബാലൻസ് വേണ്ട എന്നുള്ളതാണ് പ്രത്യേകത. BSBDA ഈ സേവിങ്സ് അക്കൗണ്ട് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മിനിമം ബാലൻസ്. 2019 BSBDA നിലവിൽ വരുന്നത്. BSBDA എന്ന് പറയുന്നത് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. ദ കാർഡ് ഹോൾഡർ ഓൾസോ ഗെറ്റ്സ് പാസ്ബുക്ക് ATM ആൻഡ് ഡെബിറ്റ് കാർഡ് ഓൺ ഫ്രീ ഓഫ് കോസ്റ്റ്. 4 തവണ ഫ്രീ ആയിട്ട് ഒരു മാസം ATM വിത്ഡ്രോവൽസ് നടത്താം. അപ്പർ മോണിറ്ററി ലിമിറ്റ് എന്ന് പറയുന്നത് 50,000 അതായത് മാക്സിമം ബാലൻസ് ലിമിറ്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽസ് BSBDA സ്മോൾ അക്കൗണ്ട് അറ്റ് എ ഗിവൺ ടൈം. ഒരു സമയം BSBDA അക്കൗണ്ടിൽ വരാവുന്ന മാക്സിമം ബാലൻസ് ലിമിറ്റ് എന്ന് പറയുന്നത് 50,000. അതുപോലെ വാട്ട് ഈസ് ദ മന്ത്ലി റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് വിത്ഡ്രോവൽ ആൻഡ് ട്രാൻസ്ഫേഴ്സ് അലൗഡ് ഇൻ എ BSBDA അക്കൗണ്ട് 10,000. അപ്പർ മോണിറ്ററി വിത്ഡ്രോവൽ ലിമിറ്റ് ഡ്യൂറിങ് എ മന്ത് 10,000. അപ്പർ ക്രെഡിറ്റ് ലിമിറ്റ് മെയിൻറ്റെയിൻ ഇൻ ദിസ് അക്കൗണ്ട് ഈസ് ₹1 lakh ആണ്. What is the minimum paid up capital required for setting up a small finance bank? What is the minimum paid up capital required for setting up a small finance bank? സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ട മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 200 crore ആണ്. 200 കോടിയാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ട മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 22 അനുസരിച്ച് ബാങ്കിങ് ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബാങ്കുകളാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. RBI ആണ് റെഗുലേറ്ററി ബോഡി. 200 കോടി വേണം മിനിമം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 25% ബ്രാഞ്ചസും വരുന്നത് അൺബാങ്ക്ഡ് റൂറൽ ഏരിയാസിലാണ്. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മിനിമം ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 15%. 2025 ജൂലൈയിൽ ഇന്ത്യയിലെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 11. 2025 ജൂലൈ വരെ ഇന്ത്യയിൽ 11 സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണുള്ളത്. കേരളത്തിലെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് എസാഫ്, ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തൃശ്ശൂരാണ്. 2017 എസാഫ് സ്റ്റാർട്ട് ചെയ്തത്. എസാഫ് മീൻസ് ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തൃശ്ശൂരാണ്. വാട്ട് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ബാലൻസ് ക്യാൻ ബി മെയിൻറ്റെയിൻ ആൻ ഇൻഡിവിജ്വൽ ഇൻ പേയ്മെൻറ്റ് ബാങ്ക്സ്? വാട്ട് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ബാലൻസ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ആൻ ഇൻഡിവിജ്വൽ ഇൻ പേയ്മെൻറ്റ് ബാങ്ക്സ്? ഉത്തരം 2 ലക്ഷമാണ്. പേയ്മെൻറ്റ് ബാങ്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ബാങ്ക്സ് കനോട്ട് ലെൻഡ്. ഇവർ ലോണ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇവർക്ക് ലോ റിസ്ക് ആണ്. പേയ്മെൻറ്റ് ബാങ്ക്സ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ട മിനിമം ഷെയർ ക്യാപിറ്റൽ 100 കോടിയാണ്. മിനിമം ക്യാപിറ്റൽ ഫണ്ട് ഓഫ് പേയ്മെൻറ്റ് ബാങ്ക് ഈസ് ₹100 crores. ഇവർ ലോണ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവരുടെ ഫണ്ട് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 25% ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ബാക്കി 75% ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങും. ഇങ്ങനെയാണ് ഇവർ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്കുകൾ നിലവിൽ വന്നത്
നച്ചിക്കെറ്റ് മോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ്. നച്ചിക്കെറ്റ് മോർ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണ് 2013 സെപ്റ്റംബറിൽ. ദ കമ്മിറ്റി വിച്ച് റെക്കമെൻഡഡ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് പേയ്മെൻറ്റ് ബാങ്ക്സ് ഈസ് നച്ചിക്കെറ്റ് മോർ കമ്മീഷൻ. അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണ്. മാക്സിമം എമൗണ്ട് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ എ പേയ്മെൻറ്റ് ബാങ്ക് ഈസ് ₹2 lakh. 2 ലക്ഷം രൂപ വരെ പേയ്മെൻറ്റ് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. Regional Rural Banks (RRBs) were established in India under Regional Rural Banks were established in India under ഉത്തരം RRB Act 1976. 1976 RRB ആക്ട് അനുസരിച്ചാണ് RRBs അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ നിലവിൽ വന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. സംസ്ഥാനത്ത് റീജിയണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ. റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1975 ഒക്ടോബർ 2-നാണ്. 1976 RRB ആക്ട് പാസ്സാവുന്നത്. 1976 21ാമത്തെ ആക്റ്റായിരുന്നു RRB ആക്ട് 1976. ഫസ്റ്റ് RRB ഇൻ ഇന്ത്യ ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ വന്ന പ്രഥമ ബാങ്കാണ്. RRBs ആർ ജോയിൻ്റ്ലി ഓൺഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സ്പോൺസർ ബാങ്ക്. RRBസിൻ്റെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്പോൺസറിങ് ബാങ്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. സെൻട്രൽ ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 50%, സ്റ്റേറ്റ് ഗവൺമെൻറ് 15%, സ്പോൺസർ ബാങ്ക് 35%. The share capital of the bank is contributed by the central government, state government and sponsor bank in the ratio 50:15:35. അപ്പോൾ RRB എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ചോദിച്ചാൽ ഉത്തരം നരസിംഹം കമ്മിറ്റിയാണ്. നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്താണ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടിയുടെ ഭാഗമായിട്ടാണ് RRBs എസ്റ്റാബ്ലിഷ് ചെയ്തത്. ടു ഇംപ്ലിമെൻറ്റ് 20-point എക്കണോമിക് പ്രോഗ്രാം അനൗൺസ്ഡ് ബൈ ഇന്ദിരാഗാന്ധി, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു സെറ്റപ്പ് RRBs ഓൾ ഓവർ ദ കൺട്രി. RRBസിൻ്റെ അമാൽഗമേഷൻ നടത്തിയത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ചോദിച്ചാൽ ഉത്തരം വ്യാസ് കമ്മിറ്റിയാണ്. വ്യാസ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് RRBസിൻ്റെ അമാൽഗമേഷൻ നടത്തിയത്. വാട്ട് ഈസ് ദ മാക്സിമം ലോൺ ലിമിറ്റ് അണ്ടർ ദ കിഷോർ കാറ്റഗറി ഓഫ് മുദ്ര യോജന? വാട്ട് ഈസ് ദ മാക്സിമം ലോൺ ലിമിറ്റ് അണ്ടർ ദി കിഷോർ കാറ്റഗറി ഓഫ് മുദ്ര യോജന? ഉത്തരം ₹5 lakh ആണ്. അതായത് മുദ്ര സ്കീമിൽ 4 തരത്തിലാണ് അവർ ലോണ് കൊടുക്കുന്നത്. ശിശു, കിഷോർ, തരുൺ പ്ലസ്. ശിശു എന്ന് പറയുന്നത് ലോൺ അപ് ടു ₹50,000 ആണ്. 50,000 രൂപ വരെയാണ് ശിശു സ്കീമിൽ കൊടുക്കുന്നത്. കിഷോർ സ്കീമിലാണെങ്കിൽ 50,000 മുതൽ 5 ലക്ഷം വരെയാണ്. മിനിമം 50,000വും മാക്സിമം 5 ലക്ഷം വരെയും. തരുണിൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ്. മിനിമം 5 ലക്ഷം കൊടുക്കും, മാക്സിമം 10 ലക്ഷം. തരുൺ പ്ലസ്സിൽ 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ. ഈ തരുൺ പ്ലസ് വന്നത് 2024 നേരത്തെ ശിശു, കിഷോർ, തരുൺ ഇങ്ങനെ 3 ടൈപ്പ് ലോണാണ് ഉണ്ടായിരുന്നത്. 2024 ഈ തരുൺ പ്ലസ് എന്ന് പറയുന്നതും കൂടി ആഡ് ചെയ്തത്. അപ്പോൾ ശിശു കാറ്റഗറിയിൽ 50,000 രൂപ വരെയാണ് കൊടുക്കുന്നത്. കിഷോർ കാറ്റഗറിയിൽ 50,000 മുതൽ 5 ലക്ഷം വരെ. തരുൺ കാറ്റഗറിയിൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ. തരുൺ പ്ലസ് കാറ്റഗറിയിൽ 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ. അപ്പോൾ മുദ്ര സ്കീം എന്ന് പറയുന്നത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്. മുദ്ര ഫുൾ ഫോം മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്. മുദ്ര ബാങ്ക് പബ്ലിക് സെക്ടർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 2015 ഏപ്രിൽ 8 നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തു. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. NPCI was established in ഉത്തരം 2008. NPCI നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 2008 ആണ്. NPCI എസ്റ്റാബ്ലിഷ് ചെയ്തത് 2008.
റുപ്പേ കാർഡ് പ്രൊമോട്ട് ചെയ്തത് NPCI ആണ്. അതുപോലെ NPCI UPI സിസ്റ്റം ബേസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത മൊബൈൽ ആപ്പാണ് ഭീം. അപ്പോൾ ഭീം എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തത് NPCI ആണ്. റുപ്പേ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും NPCI ആണ്. NPCI മീൻസ് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 2008. UTR number is a dash character code used to unique identify a transaction in RTGS system. UTR number is a dash character code used to unique identify a transaction in RTGS system. UTR അല്ലെങ്കിൽ യുണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ്. ഇത് എത്ര ക്യാരക്ടർ ഉള്ള കോഡാണ് എന്നാണ് ചോദ്യം. ഉത്തരം 22 ആണ്. UTR നമ്പർ 22 ക്യാരക്ടേഴ്സാണ്. LEI ലീഗൽ എൻറ്റിറ്റി ഐഡൻറ്റിഫയർ, ഇതിന് എത്ര ക്യാരക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ അത് ഉത്തരം 20 ആണ്. RTGS മീൻസ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. RTGS ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ്. 2004 മാർച്ചിലാണ് RBI സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. RTGSൽ ഉള്ള മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. The minimum amount to be transferred through RTGS is 2 lakhs. Upper limit ഇല്ല. RTGS means real time gross settlement. RTGS ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 2004 ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ഡാഷ് ആക്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ഡാഷ് ആക്ട്. ഉത്തരം RBI ആക്ട് 1934. 1934 RBI ആക്ട് അനുസരിച്ചാണ് RBI നിലവിൽ വന്നത്. RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935 ഏപ്രിൽ 1 ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. RBI ആക്ട് വന്നത് 1934 മാർച്ച് 6 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ RBI ആക്ട് 1934. നമ്മുടെ സെൻട്രൽ ബാങ്കാണ് RBI. നാഷൻസ് ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ലീഡർ ഓഫ് മണി മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് RBI ആണ്. RBI നാഷണലൈസ് ചെയ്തത് 1949 ജനുവരി 1 RBIയുടെ ആദ്യത്തെ ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. RBIയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണറാണ് CD ദേശ്മുഖ്. In which schedule is the Scheduled Banks of India listed in the RBI Act 1934? In which schedule is the Scheduled Banks of India listed in the RBI Act 1934? ഉത്തരം സെക്കൻഡ് ഷെഡ്യൂൾ. 1934 RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ. RBI provides ways and means advances to. RBI provides ways and means advances to. ഉത്തരം സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റുകൾക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കുമാണ് RBI വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് 90 ദിവസത്തേക്ക് കൊടുക്കുന്ന ടെമ്പററി അഡ്വാൻസസ് ആണ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ്. 1997 ഏപ്രിൽ 1 മുതലാണ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രം ഡാഷ് RBI implemented Basel III recommendations in India. From dash RBI implemented Basel III recommendations in India. ഉത്തരം 2013 ഏപ്രിൽ 1. 2013 ഏപ്രിൽ 1 മുതലാണ് RBI Basel III റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ബേസൽ 1 1999, ബേസൽ 2 2009, ബേസൽ 3 2013. ബേസൽ നോംസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബാങ്കിങ് റെഗുലേഷൻസ് ആണ്. BCBS ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ 1974 ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ അഥവാ BCBS ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ ബാങ്കിങ് റെഗുലേഷൻസ് ആണ് ബേസൽ നോംസ് എന്ന് പറയുന്നത്. ഇത് 3 സെറ്റ് ഓഫ് റെഗുലേഷൻസ് ഉണ്ട്. 1988, 2004, 2010 ഇങ്ങനെയാണ് പബ്ലിഷ് ചെയ്തത്. RBI അഡോപ്റ്റ് ചെയ്തത് 1999, 2009, 2013. The urban banks have been categorized as dash tiers for regulatory purposes by RBI in 2022.
the urban banks have been categorized as dash tiers for regulatory purposes by RBI in 2022? ഉത്തരം 4 tiers. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ 4 ടയേഴ്സിൽ വരുന്നുണ്ട്. അതായത് 100 കോടി വരെ ടോട്ടൽ ഡെപ്പോസിറ്റ് ഉള്ളത് ടയർ 1 കാറ്റഗറിയിലും 100 കോടി മുതൽ 1000 കോടി വരെയാണെങ്കിൽ ടയർ 2 കാറ്റഗറിയിലും 1000 കോടി മുതൽ 10,000 കോടി വരെയാണെങ്കിൽ ടയർ 3 കാറ്റഗറിയിലും എബവ് 10,000 ആണെങ്കിൽ അത് ടയർ 4 കാറ്റഗറിയിലുമാണ്. അപ്പം അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ 4 ടയേഴ്സ് കാറ്റഗറിയിലാണ് വരുന്നത്. ദ അർബൻ ബാങ്ക്സ് ഹാവ് ബീൻ കാറ്റഗറൈസ്ഡ് ആസ് 4 ടയേഴ്സ് ഫോർ റെഗുലേറ്ററി പർപ്പസസ് ബൈ RBI in 2022. In India, checking accounts is another name for dash. In India, checking accounts is another name for dash. ഉത്തരം കറണ്ട് അക്കൗണ്ട്. സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇങ്ങനെയുള്ള അക്കൗണ്ടുകളുണ്ട്. ഇതിൽ ചെക്കിംഗ് അക്കൗണ്ട്സ് എന്നറിയപ്പെടുന്നത് കറണ്ട് അക്കൗണ്ടാണ്. കറണ്ട് അക്കൗണ്ടിനെ തന്നെയാണ് റണ്ണിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നതും. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത് കറണ്ട് അക്കൗണ്ടിലാണ്. യൂഷ്വലി ട്രേഡേഴ്സാണ് കറണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. In India, checking accounts is another name for current account. The largest private sector bank in India is? The largest private sector bank in India is? ഉത്തരം HDFC. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് HDFC. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ICICI. The minimum and maximum amount that can be remitted through NEFT is? The minimum and maximum amount that can be remitted through NEFT is? ഉത്തരം നോ മിനിമം ആൻഡ് നോ മാക്സിമം. നെഫ്റ്റ് എന്ന് വെച്ചാൽ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. RBI ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 2005. നെഫ്റ്റ് വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള മിനിമം ആൻഡ് മാക്സിമം എമൗണ്ട് എത്രയാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. നോ മിനിമം നോ മാക്സിമം ആണ്. അങ്ങനെ ഒരു മിനിമം ലിമിറ്റോ മാക്സിമം ലിമിറ്റോ ഇല്ല. നെഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 2005. ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നതാണ് നെഫ്റ്റിൻ്റെ പൂർണ്ണരൂപം. ക്രോസ് സെല്ലിംഗ് റെഫേഴ്സ് ടു ഉത്തരം സെല്ലിംഗ് അഡീഷണൽ പ്രോഡക്ട്സ് ഓർ സർവീസസ് ടു ദി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അഡീഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അഡീഷണൽ സർവീസസിനെയാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ബൈ നൗ പേ നൗ ഈസ് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ഡാഷ്. ബൈ നൗ പേ നൗ ഈസ് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ഡാഷ്. ഉത്തരം ഡെബിറ്റ് കാർഡ്. ബൈ നൗ പേ നൗ എന്നത് ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റാണ്. എന്നാൽ ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബൈ നൗ പേ ലേറ്റർ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബൈ നൗ പേ നൗ ആണ് ഡെബിറ്റ് കാർഡ്. സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ഡിഫൈൻസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ഡിഫൈൻസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഉത്തരം സെക്ഷൻ 5. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 5ലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 4 പ്രൊമിസറി നോട്ട്, സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സെക്ഷൻ 6 ചെക്ക്. സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ഡിഫൈൻസ് എൻഡോഴ്സ്മെൻറ്റ്. സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ഡിഫൈൻസ് എൻഡോഴ്സ്മെൻറ്റ്. ഉത്തരം 15. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് അല്ലെങ്കിൽ NI ആക്ട് 1881ൻ്റെ സെക്ഷൻ 15ലാണ് സെക്ഷൻ 15ലാണ് എൻഡോഴ്സ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 16 ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റിനെ അതുപോലെ ഫുൾ എൻഡോഴ്സ്മെൻറ്റിനെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നു. സെക്ഷൻ 17 ആംബിഗ്യുവസ് ഇൻസ്ട്രുമെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. വേർഡ്സിലും എമൗണ്ടിലും ഉള്ള വ്യത്യാസം, ഒരു ചെക്കിൽ വേർഡ്സിലുള്ള എമൗണ്ടും ഫിഗറിലുള്ള എമൗണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ വേർഡ്സിലുള്ള എമൗണ്ട് കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത് സെക്ഷൻ 18ലാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 20ലാണ് ഇൻചോക്കേറ്റ് ഇൻസ്ട്രുമെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബാങ്കിങ്ങിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.